here and welcome to Rectify English. ഇന്ന് Rectify Englishലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻസസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Once again I welcome you all to Rectify English. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ് എന്ന ടോപ്പിക്കാണ്. അതായത് പ്രസൻറ്റ് ടെൻസിൽ തന്നെ ഓൾറെഡി 4 ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ ഒറ്റൊരു ടോപ്പിക്ക് മാത്രമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ പേഴ്സണൽ ക്ലാസ്സസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്ലാസ്സസ്, അതേപോലെ സ്പീക്കിംഗ് ക്ലാസ്സസ്, അതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഒക്കെ പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസ് കാണുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ക്ലാരിഫൈ ചെയ്യുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡെയിലി ഹാബിറ്റ്സ്, ഓക്കെ, അതായത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് ഡെയിലി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റുട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഓക്കെ, രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പം ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് ട്രൂത്ത് ഇല്ലേ, അതായത് ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസ്റ്റിൽ മാത്രമാണ് റൈസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ, അത് ഓൾറെഡി അങ്ങനെ വരുന്നൊരു സംഭവമല്ലേ. അപ്പം അതിനാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജനറൽ ട്രൂത്ത്, അതായത് നമ്മളുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സത്യം. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ ലിവ് ഇൻ കേരള, ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നത് കേരളയിലാണ്, കേരള എന്നുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ഈ അല്ലെങ്കിൽ ഐ ലിവ് ഇൻ കോഴിക്കോട്, അപ്പം ഞാൻ കോഴിക്കോട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ബാക്കിയുള്ള വേറെ ആരെങ്കിലും പറയുന്ന സമയത്ത് അത് മാറ്റാൻ പറ്റുമോ? ഞാൻ മലപ്പുറത്താണെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ജനറൽ ട്രൂത്തുകളും നമ്മൾ എന്തിലാണ് പറയുന്നത്? സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. പ്രസൻറ്റ് ടെൻസ് എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ന് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന കാര്യത്തിനൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യാമെന്ന് ഓൾറെഡി നോക്കി. ഇനി അതിൻ്റെ ഒരു ഫോം അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസിൻ്റെ സിമ്പിളായിട്ടുള്ള, അതായത് ബേസ് ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബാണ്. സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് വേർബ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ വെർബ് ആരാണോ ചെയ്യുന്നത് അവരെയാണ് സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്നും ആഡ് ചെയ്യാനില്ല. നമ്മൾ നോർമലി പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബാണ്. അപ്പം എക്സാമ്പിൾ നോക്കിക്കേ, ഐ ഈറ്റ് ഫ്രൂട്ട്സ്, ഓക്കെ, ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. അപ്പം ഈ ഈറ്റ് എന്നുള്ളത് എന്താണ്? ഒരു രീതിയിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ, ഇത് വേർബാണ്, ഈറ്റ് എന്ന് പറയുന്നത് വേർബാണ്, പക്ഷെ ഇവിടെ ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സിമ്പിൾ പ്രസൻറ്റിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീ, ഷീ, ഇറ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രോനൗൺസ് ആണ്. അതായത് നമ്മൾ ഇപ്പം ഐ, യു എന്നുള്ള കാര്യങ്ങൾ പോലെ ഹീ, ഷീ, ഇറ്റ് നമ്മൾ യൂസ് ചെയ്യും. അവൻ, അവൾ, അവർ, ഇതുമാണ് ഇതിൻ്റെ മലയാളം വേർഡ്സ് വരുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഈ സബ്ജക്റ്റ് എന്നുള്ള വേർഡ്, ഓക്കെ, സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ് ഈ 3 എണ്ണം ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്ത് യൂസ് ചെയ്യണം? എസ് ഫോംസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന ഒരു ഫോം എന്താണ്? നമ്മൾ ഹീ, ഷീ, ഇറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പ്ലസ് എസ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഹീ എന്നുള്ളത് പ്രോനൗൺ ആണ്. ഹീ പ്ലേസ്, ഓക്കെ, പ്ലേ കഴിഞ്ഞിട്ട് എസ്, പ്ലേസ് ക്രിക്കറ്റ്, പ്ലേസ് ക്രിക്കറ്റ്. അപ്പം എന്താണ് ഇവിടെ? ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളത് ഹീ പ്ലസ് എസ് ഫോമാണ്.
അപ്പം ഇനി ഈ എസ് ഫോമിൽ കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻസ് ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകും. നമ്മൾ ഒന്നും കൂടി നമ്മൾ എസ് ഇ എസ് ഐ ഇ എസ് വി ഇ എസ് ഒക്കെ പ്ലൂറൽ ആവുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്തും നമ്മൾ എസ് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. പക്ഷേ എസ് ആഡ് ചെയ്യുന്നത് എവിടേക്കാണ്? ഷീ ഹി ഇറ്റ് വരുന്ന സമയത്താണ്. ഒബ്വിയസ്ലി അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഷീ വന്നാലും ഹി വന്നാലും ഇറ്റ് വന്നാലും നമ്മൾ എങ്ങനെയാണോ സിംഗുലർ പ്ലൂറൽ ആക്കാൻ പഠിച്ചത് അതേപോലെ തന്നെയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. എവിടെ എസ് ആഡ് ചെയ്യണം, എവിടെ ഇ എസ് ആഡ് ചെയ്യണം, എവിടെ ഐ ഇ എസ് ആഡ് ചെയ്യണം, വി ഇ എസ് ആഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണം. സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെയാണ് ഡു ആൻഡ് ഡസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡു ആൻഡ് ഡസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? നോക്കിക്കേ, ഈ ഡസ് ഫസ്റ്റ് ഡസ് നോക്കുന്നതാണ് കുറച്ചും കൂടി സിമ്പിൾ എന്ന് പറയുന്നത്. ഈ ഡസ് എന്നുള്ളത് ഹി ഷീ ഇറ്റ്. ഓക്കെ, ഈ 3 പ്രൊനൗൺസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊനൗൺസ് ഐ യു ദേ വി ഇങ്ങനെയുള്ള ഏത് പ്രൊനൗൺ വന്നു കഴിഞ്ഞാലും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഡു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യു ദേ വി. അതേപോലെ തന്നെ ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷീ ഇറ്റ്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സാമ്പിൾസ് നോക്കിക്കേ. ഐ ഡു വർക്ക്, യു ഡു വർക്ക്, ഷീ ഡസ് വർക്ക്, ഇറ്റ് ഡസ് വർക്ക്. ഇത് എല്ലാവരും വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് കോമൺ ആയിട്ട് പറയുന്നത് അല്ലേ? പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ ഐ വന്ന സ്ഥലത്തും യു വന്ന സ്ഥലത്തും ഐ യു. ഓക്കെ, ഐ വന്ന സ്ഥലത്തും യു വന്ന സ്ഥലത്തും നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഡു ആണ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഷീ ഡസ് വർക്ക്, ഇറ്റ് ഡസ് വർക്ക്. അപ്പം ഇവിടെ നോക്കിക്കേ, ഷീ വന്ന സ്ഥലത്തും ഇറ്റ് വന്ന സ്ഥലത്തും നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? നമ്മൾ ഡസ് ആണ് ആഡ് ചെയ്തത്. ഓക്കെ, ഐ ഡു അല്ലെങ്കിൽ ഇറ്റ് ഡസ്. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്? ഇനി ഇതിൽ വരാൻ പോകുന്നത് ഈ ഡു എന്നുള്ളതിനും ഡസ് എന്നുള്ളതിനും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോംസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ പോസിറ്റീവും നെഗറ്റീവ്സും കൂടെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ പോസിറ്റീവിൽ നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ നെഗറ്റീവിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്, അപ്പോൾ ഡൂവും ഡസും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ ഡോണ്ട് ലൈക്ക്, ഓക്കെ, ഷീ ഡസ് നോട്ട് ലൈക്ക്. അപ്പം നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് വെച്ചൊന്ന് നോക്കി നോക്കിയാലോ. നമ്മൾ ഡു ആൻഡ് ഡസിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോംസ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നോക്കിക്കേ, നമ്മളിപ്പോൾ ഡൂൻ്റെത് മാത്രം നോക്കാം. ഓക്കെ, ഡു കഴിഞ്ഞിട്ട് നമുക്ക് ഡസിൻ്റെത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഡു യു ഈറ്റ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡു യു ഈറ്റ് ഫ്രൂട്ട്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് നെഗറ്റീവ് ആൻസർ നോക്കാം. നെഗറ്റീവിൽ എങ്ങനെയാണ് ഡു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നെഗറ്റീവിൽ ഐ ഡു നോട്ട് ഈറ്റ് ഫ്രൂട്ട്സ്, വിച്ച് മീൻസ് ഡു പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു ഡു നോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുക. ഡു നോട്ട് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നെഗറ്റീവായിട്ടാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, നെഗറ്റീവ്. അപ്പം നെഗറ്റീവിൽ ഡു നോട്ട് എന്നാണ് നമ്മൾ ഡൂനെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡു യു ഈറ്റ് ഫ്രൂട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡു നോട്ട് ഈറ്റ് ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഡു പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു ഡു നോട്ട്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് നോക്കിക്കേ. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുവാണ് ഡു ദേ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് യുവും ഡേയും വന്നപ്പോഴാണ് ഡു വന്നത്. ഓക്കെ, അപ്പോൾ ഡു ദേ പ്ലേ ഫുട്ബോൾ. ഓക്കെ, നമ്മൾ ചോദിച്ചത് അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നല്ല, കളിക്കാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ പോസിറ്റീവായിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഉത്തരം പറഞ്ഞത്. അവിടെ ഡു നോട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇനി പോസിറ്റീവായിട്ട് നമ്മൾ ആൻസർ പറയുവാണെങ്കിൽ യെസ് ദേ ഡു പ്ലേ ഫുട്ബോൾ എന്ന് നമുക്ക് പറയാം. ഇനി ഡു പ്ലേ ഫുട്ബോൾ എന്ന് നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടം വരെ നമ്മൾ ഉത്തരം പറഞ്ഞാലും ഇതിൻ്റെ ആൻസർ കറക്റ്റാണ്. യെസ് ദേ ഡു.
ഓക്കെ, അത്ര പറഞ്ഞാൽ മതി. ഡു ദേ ഈറ്റ് ഫ്രൂട്ട്സ്? യെസ് ദേ ഡു. ഡു യു ഈറ്റ് ഫ്രൂട്ട്സ്? യെസ് ഐ ഡു. അപ്പം അതൊക്കെ വരുന്നത് എന്തിലാണ്? പോസിറ്റീവിലാണ്. ആൻഡ് നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഐ ഡു നോട്ട് ഈറ്റ് ഫ്രൂട്ട്സ്, ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. അപ്പം ഇവിടെ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ദേ ഒക്കെ വരുന്ന സമയത്ത് ഈവൻ പോസിറ്റീവ് ആൻസർ ആണെങ്കിലും നെഗറ്റീവ് ആൻസർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഡസ് യൂസ് ചെയ്യരുത്. ഡസ് ഇസ് റോങ് ഇൻ യു ആൻഡ് ദേ. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇനി നമുക്ക് ഡസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഡസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡസ് വെൻ ഇറ്റ് കം ടു പോസിറ്റീവ്, ഡസ് വെൻ ഇറ്റ് കം ടു നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡസ് ഹി ഈറ്റ് ഫ്രൂട്ട്സ്? അവന് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവന് ഫ്രൂട്ട്സ് ഇപ്പോൾ കഴിക്കോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസറാണ് ഹി ഡസ് നോട്ട് ലൈക്ക് ഫ്രൂട്ട്സ്. അവന് ഫ്രൂട്ട്സ് ഇഷ്ടമേ അല്ല. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ? അവന് ഫ്രൂട്ട്സ് ഇഷ്ടമേ അല്ല. അപ്പം ഇവിടെ ശ്രദ്ധിച്ചേ, നേരത്തെയും നമ്മൾ ഫ്രൂട്ട്സിനെ കുറിച്ച് തന്നെയായിരുന്നു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ ഹീ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഡസ് നോട്ടും അല്ലായിരുന്നു. ഇപ്പം ഇവിടെ ഹീ വന്ന സമയത്ത് നേരെ എന്ത് മാറി? ഡസ് നോട്ടായിട്ട് മാറി. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഡസ് നോട്ട്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് സെൻറ്റൻസ്. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. ഇനി താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ, നേരത്തെയും നമ്മൾ ഫുട്ബോളിൻ്റെ ദേ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഡസ് ഷീ പ്ലേ ഫുട്ബോൾ? അവൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചോദ്യമാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഷീ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ. ഓക്കെ, ഷീ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കാറില്ല, വിച്ച് മീൻസ് ദിസ് ഈസ് ഓൾസോ എ നെഗറ്റീവ് സെൻറ്റൻസ്. സോറി, ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് സെൻറ്റൻസ്, ഇത് രണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റൻസ്. അവന് ഫ്രൂട്ട്സ് കഴിക്കാറുമില്ല, അവൾ ഫുട്ബോൾ കളിക്കാറുമില്ല. ഓക്കെ, അതാണ് വരുന്നത്. അപ്പം ഇത് രണ്ടും ഇവിടെ ഈ ഒരു പാർട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഹീ വന്നതുകൊണ്ട് ഡസ് നോട്ടായി, ഷീ വന്നതുകൊണ്ടും ഡസ് നോട്ടായി. ഈ ആൻസർ തന്നെ നമുക്ക് പോസിറ്റീവ്, ഇവിടെ നമ്മൾ നെഗറ്റീവ് അല്ലേ പറഞ്ഞേ, അപ്പോൾ ഇത് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. എന്ത് വെച്ചിട്ട്? ഡസ് വെച്ചിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് ഡു വെച്ചിട്ട് എങ്ങനെയാണ് പോസിറ്റീവും എങ്ങനെയാണ് നെഗറ്റീവും പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡസ് വെച്ചിട്ട് ഈ ആൻസറും പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഹീ ഡസ് നോട്ട് ലൈക്ക് ഫ്രൂട്ട്സ്, ഇത് ആ ആൾ പോസിറ്റീവായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ? ഷീ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ, അത് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതും നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ക്ലാസ് എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിൻ്റെ ക്ലാസ് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീമിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇനി അതല്ല നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയുകയാണ്. ഇനി അതല്ല നമ്മൾ എന്തെങ്കിലും ഒരു കമൻട്രി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ടോട്ടൽ നേതൃത്വം വഹിക്കുക, അപ്പോൾ അതിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും എല്ലാ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എല്ലാ വേർഡ്സും സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതാണ് നമ്മൾ ഒന്നും കൂടെ നോക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കവർ ചെയ്യാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്താൽ മതി, അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ഇനി നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻറ്റും നല്ല രീതിയിൽ ഡൗട്ട്സ് വരാനും സാധ്യതയുള്ള ക്ലാസ്സസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ക്ലാസ് പോകുന്നത്. ഒറ്റൊരു ടോപ്പിക്ക് ഒരു ദിവസം കവർ ചെയ്യുക, അങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് അസ് ആൻഡ് വിൽ ബി കമ്മിങ് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.